റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗീ റോസ്റ്റ് ആണ് ഇന്നത്തെ റെസിപ്പി. ഇത് ഞാൻ കോൺ ഷേപ്പിലും സാധാരണ ഫോൾഡ് ചെയ്യുന്ന ഷേപ്പിലും രണ്ടും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 15ൽ കൂടുതൽ ദോശ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ ടിപ്പും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദോശമാവ് അരയ്ക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ 240 ml കപ്പിലാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർമെന്റ് ചെയ്യുന്നത് അതേ കപ്പിൽ തന്നെ ഇനി പറയുന്ന എല്ലാം മെഷർ ചെയ്ത് എടുക്കാം. മോളും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ വീഡിയോസ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഓടി വരാറുണ്ട്. അതാണ് മിക്ക വീഡിയോസിലും മോളെ കാണുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഈ അരിയൊക്കെ ഇട്ടത് ഒരു പാത്രത്തിലോട്ട് ഇടുക. ഇനി ഉഴുന്നും പരിപ്പും ഒക്കെ വേറൊരു പാത്രത്തിൽ വേണം കുതിർക്കാനായിട്ട് വെക്കാൻ. അപ്പോൾ വേറൊരു ബൗൾ എടുക്കുക. അതിലോട്ട് ഞാൻ 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പില്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ ദോശയ്ക്ക് നല്ല കളർ വരാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് 1 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരിയും ഉഴുന്നും അതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയ ശേഷം കുതിർക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മുങ്ങുന്ന അളവിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് വെക്കുക. 4 മണിക്കൂറിന് ശേഷം മാവ് അരയ്ക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉഴുന്നാണ് ഞാൻ അരച്ചെടുക്കുന്നത്. 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് അരച്ച് നല്ലപോലെ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുതിർക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ അരയ്ക്കാനായിട്ട് എടുക്കാം. പിന്നെ അരയ്ക്കുമ്പോൾ മിക്സി ചൂടാകാതെ നോക്കുക. അപ്പോൾ ഉഴുന്ന് മുഴുവനായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചിട്ടുള്ളത്. ഇനി അരിയും അതുപോലെ തന്നെ അരച്ചെടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ അരയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. നിങ്ങൾക്ക് ഗ്രൈൻഡറിലും അരച്ചെടുക്കുകയാണെങ്കിൽ മാവ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഉണ്ടാവും. 1 ബാച്ച് അരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ മാവ് അരിയില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. നിർത്തി വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി 2ാമത്തെ ബാച്ച് അരിയും കൂടെ ഇട്ടിട്ടുണ്ട്. 2ാമത്തെ ബാച്ചും അരച്ചിട്ടുണ്ട്. അപ്പോൾ അരി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയൊരു തരി ഉണ്ടാവണം. തൊട്ട് നോക്കുമ്പോൾ തീരങ്ങ് മാവായിട്ട് അരച്ചെടുക്കരുത്. ചെറിയൊരു തരി ഉണ്ടാവണം. അപ്പോൾ മാത്രമേ ദോശ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ. 2ാമത്തെ ബാച്ച് അരിയും അരച്ചെടുത്തിട്ടുണ്ട്. മൊത്തം 1.25 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈവച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കല്ലുപ്പോ പൊടിയുപ്പോ ഇതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ മാവ് ഒഴിച്ചു വെക്കുമ്പോൾ പാത്രത്തിന്റെ ഏകദേശം 1/2 ഭാഗം നിൽക്കുന്ന രീതിയിലായിരിക്കണം. കാരണം ഇത് 8 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ മുകളിലോട്ട് നല്ലപോലെ പൊങ്ങി പുറത്തോട്ട് വരും. അതുകൊണ്ട് 1/2 ഭാഗം നിൽക്കുന്ന രീതിയിലാണ് പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 8 മണിക്കൂർ വെക്കാം പുളിക്കാനായിട്ട്. ഇപ്പോൾ കാലത്ത് ഞാൻ നോക്കി മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1/2 ഭാഗം ഉണ്ടായിരുന്ന ഏകദേശം ഒരു 1/4 ഭാഗം പാത്രത്തിന്റെ എത്തിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ മാവ് കുറച്ച് തിക്കാണ്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ദോശ ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് വരാൻ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് നോക്കുക, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ദോശത്തവ ചൂടായെന്നറിയാൻ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തെളിച്ച് നോക്കാം. ഇനി ദോശത്തവ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 തവി മാവ് ഒഴിച്ച് നല്ലപോലെ പരത്തി കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നോൺ സ്റ്റിക്കിന്റെ ദോശത്തവയാണ്. നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. സാധാരണ നിങ്ങൾ ദോശ ഉണ്ടാക്കുന്ന ചെങ്കോട്ടക്കല്ലിലും ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം. മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. ഈ ദോശ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ശേഷം മാത്രമേ എണ്ണ അല്ലെങ്കിൽ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ മുകൾ ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ച് തന്നെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഈ ദോശ ബാറ്റർ തന്നെ നിങ്ങൾക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനും ഉപയോഗിക്കാം. ഇനി നെയ്യും അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഒരു തവി വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹോട്ടലിലൊക്കെ ഇങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മാവ് വേഗം ഒന്ന് സ്പ്രെഡായി കിട്ടിയാൽ ദോശ വേഗം തന്നെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് നെയ്യുടെ ഒപ്പം തന്നെ ഈ മാവും മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദോശയുടെ കളർ മാറുന്ന വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എല്ലാ സൈഡൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ദോശ തവയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ദോശ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഫോൾഡ് ചെയ്താണ് എടുക്കുന്നത്. ഞാൻ ദോശ ഇവിടെ മറിച്ചിട്ടിട്ടില്ല. ഒരു സൈഡ് വെച്ച് വേവിച്ചെടുത്തിട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കോൺ ഷേപ്പിലും കൂടി എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. സെയിം ബാറ്റർ തന്നെയാണ്. അപ്പോൾ ഈ സമയം ഞാൻ 3 നെയ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് തേങ്ങാ ചട്നിയോട് കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ ഒക്കെ തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു ബാറ്ററിൻ്റെ അളവിൽ 15-ൽ കൂടുതൽ തന്നെ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ദോശയുടെ സൈസ് അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. 3 ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തവ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം. ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാവ് ദോശക്കല്ലിൽ ഒട്ടിപ്പോവും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം തെളിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നത്. ഇനി ദോശ ബാറ്റർ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു കറണ്ടി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കോൺ ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത്. എല്ലാം സെയിം തന്നെയാണ്. അവസാനം ഫോൾഡ് ചെയ്യുന്ന എടുക്കുന്നതിന് പകരം കോൺ ഷേപ്പ് എന്ന് മാത്രം. ഇവിടെയും ഞാൻ നെയ്യ് തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടറും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നല്ലപോലെ കളറ് ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മളൊരു കത്രി വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ നടുവ് വരയ്ക്കും, ഒരറ്റത്ത് നിന്ന് നടുഭാഗം വരയ്ക്കും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കോൺ ഷേപ്പിലുള്ള ദോശ കിട്ടും. തവ നല്ലപോലെ ചൂടായിരിക്കും. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കുട്ടികൾക്കൊക്കെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 ഷേപ്പിലും ദോശ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. സെയിം ബാറ്റർ വെച്ച് തന്നെ ഞാൻ ഇഡ്ഡലിയും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഇഡ്ഡലി. വലിയ കളറ് ഉണ്ടായിരുന്നില്ല, അതായത് നല്ല വൈറ്റ് കളറല്ല, ഈ ഒരു കളറിലാണ് ഇഡ്ഡലി കിട്ടിയത്. പിന്നെ ബാറ്റർ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കണം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക്